ലബൂബു 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 ഇപ്പം കുറച്ച് കാലമായിട്ട് എവിടെ നോക്കിയാലും ലബൂബു ആണ്. ഇൻസ്റ്റ തുറന്നാൽ ലബൂബു, യൂട്യൂബ് തുറന്നാൽ ലബൂബു, എന്തിന് പിൻട്രസ്റ്റിൽ വരെ ലബൂബു. നമ്മളതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഈ ഒരു അവസ്ഥയിലായിരിക്കും. ആരാ എന്താ എങ്ങനെ ഒന്നും അറിയാതെ നിൽക്കും. അപ്പൊ അതൊക്കെ പോട്ടെ, ഇന്നത്തെ സബ്ജക്ട് എന്താന്ന് വെച്ചാൽ ബ്ലൈൻഡ് ബാഗ് ആണ്. അപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ബ്ലൈൻഡ് ബാഗ് ആണിത്. ഞാൻ വിചാരിച്ചു ഈ ലബൂബു കുട്ടസിന്റെ അടുത്ത് തന്നെ തുടങ്ങാതെന്ന്. ഇതിന് പ്രധാനമായിട്ടും വേണ്ട ഒരു സാധനം ഒന്നല്ല, രണ്ട് സാധനം. ഒന്ന് A4 ഷീറ്റ്, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെലോ ടേപ്പ്. ഇതിൽ ഇനി ചിലവരെ ക്വസ്റ്റ്യനെങ്കിലും വരും, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നില്ലാതെ പറ്റുമെന്ന്. പറ്റൂല, രണ്ടും നിർബന്ധ. അപ്പൊ രണ്ടും എടുത്ത് പോകുന്നോളൂ. ഈ കാണുന്ന വലിയവനുണ്ടല്ലോ, ഇവന്റെ ചെറിയവനെ കിട്ടാന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഞാൻ ആ ചെറിയവനില്ലാത്തതുകൊണ്ട് നന്നായി കഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പൊ ചെറുതില്ലെങ്കിലും വലുതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല, അതിൽ ഏതെങ്കിലും ഒന്ന് വേണം. ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല. കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി കിട്ടും. പിന്നെ ഇതുവരെയുള്ള സ്റ്റെപ്പൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് റിവേഴ്സ് അടിച്ച് നോക്കുക, അപ്പൊ മനസ്സിലാവും. അപ്പൊ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്ലൈൻഡ് ബാഗിന്റെ കവറാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇനി ഉള്ളിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കാം. ഇതിനുള്ളിലുള്ള സാധനങ്ങൾ നമുക്ക് എത്ര വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പേപ്പറാണിത്. എത്രമാത്രം വാല്യുബിൾ ആണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അതിൽ എഴുതാം. ഞാനിപ്പോൾ ഇതിൽ എപ്പിക്കാണ് കൊടുത്തതെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഞാൻ കുറേ ആൾക്കാർ വീഡിയോസ് കണ്ടിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് കറക്റ്റ് ആണോ അതോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്തു അത്ര. ഇനി ഈ ചെയ്തതൊക്കെ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടേ. അപ്പം അതിനുള്ള ഒരാളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല, ഇതെങ്ങനെ വന്നതെന്നും അറിയില്ല. പോയി പിന്നെ അതെൻ്റെ പൂച്ചാണ് കേട്ടോ. അതിനെ ഞാൻ ഇവിടേക്കൊന്നും കയറ്റലില്ല. കയറിയതിൻ്റെ ആഹ്ലാദത്തിൽ മൂപ്പരെല്ലാം നോക്കി എല്ലാം കുറച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് പോയതാണ്. ഫസ്റ്റത്തത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തതാണ് കുഷി ഉണ്ടാക്കുക എന്നുള്ള ചടങ്ങ്. ഇത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പേപ്പറാണ് നിറച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ കോട്ടൺ ഇല്ലേനു. അപ്പോൾ പേപ്പർ നിറച്ചപ്പോൾ നല്ല അഡാറ് ഫ്ലോപ്പായി കിട്ടി. ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല, കഷ്ടകാലം തുടങ്ങിയ മാതിരിയായിരുന്നു. ഇവിടെ തൊടുമ്പോഴും ഫ്ലോപ്പായിരുന്നു. ഫസ്റ്റത്തത് ആ കുഷിൻ്റെ ഉള്ളത്തെ പേപ്പർ ചതിച്ച്, രണ്ടാമത്തത് ഈ പേപ്പർ ചതിച്ച്. കാരണം ഞാൻ വരച്ചത് ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് മടക്കാനോ തിരിക്കാനോ ഒന്നിനും സ്ഥലമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബുദ്ധിയിൽ തോന്നിയ വേറൊരു വഴി എടുത്തു. ബുദ്ധി കുറവും വിഡ്ഢിത്തരം കൂടുതലും ആയതുകൊണ്ട് തന്നെ ഈ ഒരു കട്ടിങ്ങിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. ഇപ്പം ഞാൻ ചെയ്ത ഒരു കട്ടിങ് ഉണ്ടല്ലോ, അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അത് ചെയ്തിട്ട് വീണ്ടും അത് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച്. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ല എൻ്റെ ഐഡിയ. അപ്പം ആരും ഇതൊന്നും കണ്ടുപഠിക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒരു കുഷി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടുപഠിക്കുക. എൻ്റെത് നോക്കാനേ നിൽക്കണ്ട. എൻ്റെത് നോക്കിയിട്ട് ആർക്കെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് ടൈമും കുറേ സെല്ലോ ടേപ്പും വേണ്ടി വരും. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. മനസ്സിലാവുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മനസ്സിലായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു കുഷി ഉണ്ടാക്കണ ഞാൻ വീഡിയോയിലിടാം. പിന്നെ അത് ഇങ്ങനെ ആയിരിക്കുമല്ലോ കേട്ടോ, ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഒക്കെ വീഡിയോ ഞാൻ കോപ്പി അടിച്ചിട്ട് ചെയ്തു തരും. അപ്പോൾ ഈസി ആയിട്ട് കുഷി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാന്നുണ്ടെങ്കിൽ, ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പറിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി പിടിക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ വേണ്ട പിക്ചർ വരച്ചു കൊടുക്കുക, എന്നിട്ട് അത് കളർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സെൻറ്ററോടൊക്കെ തന്നെ നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ആ സെൻറ്റർ സ്ക്വയർ ആയിട്ട് വെക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. എന്നെപ്പോലെ പേപ്പർ ഒരാവശ്യമില്ലാതെ കട്ട് ചെയ്യേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല. എന്നിട്ട് ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വരച്ച ഭാഗം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ വെറുതെ കാണാൻ വേണ്ടി ഉണ്ടാക്കില്ലല്ലോ. ഇതിനെ കൊണ്ടുള്ള ആകപ്പാട് ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അമർത്തി കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമർത്തുമ്പോൾ പൊട്ടിപ്പോവാതും പേപ്പർ സ്ക്രാച്ച് ചെയ്യാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലല്ല പുറത്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പാണ് കേട്ടോ. ഞാൻ കുറേ നേരം ഈ സെല്ലോ ടേപ്പ് പറയുന്നെങ്കിൽ ആരും കളേർഡ് സെല്ലോ ടേപ്പ് ഒന്നും എടുക്കണ്ട, ട്രാൻസ്പെറൻ്റ് ആണ്. എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയാൻ കാരണം ഇത് കുറേ മുന്നേ ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഞാനിപ്പം ചെയ്യുന്നതെന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാളും നന്നായി അറിയാൻ മതിയാവും. എന്നെപ്പോലെ ഇനിയും ആർക്കെങ്കിലും അറിയാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നിറച്ചിട്ടുള്ള സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പ്ലാസ്റ്റിക് കവറാണ്. നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ കവർ നന്നായി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് വേണ്ട പോലെ കട്ട് ചെയ്തെടുക്കുക. വേണമെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നീളത്തിൽ നല്ല ന്യൂഡിൽസിൻ്റെ പോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ കുത്തി നിറച്ച് നല്ല ഇതും കൊണ്ട് വീർപ്പിക്കും. ഇനി വീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇത് ഉഷിയല്ലാന്നേ പറയൂ. കാരണം ഇത് നെക്കി കളിക്കുമ്പോൾ ഞാൻ നേരത്തെ പേപ്പർ നിറച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ ഉണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കേട്ട ആ ഒരു സൗണ്ട് കിട്ടും. കാക്കൻ്റെ സൗണ്ട് അല്ല, ആ നെക്കുമ്പോഴുള്ള ആ സൗണ്ട്. ഇനി നമുക്ക് കുഷി ഹൈഡ് ചെയ്ത് വെക്കാനുള്ള കവർ ഉണ്ടാക്കാം. ഈ ഒരു കവർ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ചെറിയ സെല്ലോ ടേപ്പ് വേണമെന്നുള്ളത് അത്യാവശ്യമായിട്ട് തോന്നിയത്. കാരണം വലുതാവുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ആ ഒരു പരിധിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തതുകൊണ്ടാണ് ഇത് ഇത്ര വലുതായിട്ടുള്ള ഒരു സെല്ലോ ടേപ്പ് ആകുമ്പോൾ ഒട്ടി നിൽക്കുന്നത്. ഇത് ചെറുതാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. ഇതെനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. ഈ ഒരു കവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പേപ്പർ എടുക്കുക, എന്നിട്ട് അത് സെൻറ്റർ മടക്കുക, എന്നിട്ട് അതിൻ്റെ 3 ഭാഗവും ഒന്ന് നന്നായി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഈ സ്കുഷി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക, എന്നിട്ട് അതിൻ്റെ മേലും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ.
ഇതിപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് വലുതായി പോയതുകൊണ്ടാണ് ഞാൻ മേലെ കട്ട് ചെയ്യുന്നത്. നിങ്ങളെടുത്തത് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് കത്രിക കിട്ടിയാൽ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായില്ലേ. പിന്നെ ഇതിനുള്ളിലുള്ളത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ അറിയാം, അതിൻ്റെ മുന്നേ നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ എന്താ, ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്കുഷി നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് അതിൻ്റെ ഓപ്പൺ ഭാഗം നമ്മൾ നന്നായിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അടുത്ത നമ്മുടെ ഫ്ലോപ്പ് ആയിട്ടുള്ള ആ ഒരു സ്കുഷും കൂടി നമ്മൾ വേറൊരു കവർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടാം. ഫ്ലോപ്പായി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടാതെക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് കവറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഫസ്റ്റ് കവറിൻ്റെ മേലോ ഇതുപോലെ തന്നെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. എൻ്റെ വലിയ സെല്ലോ ടേപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതും കൊണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. കാരണം ഞാനും അതൊരു യുദ്ധമായിരുന്നു. ഇപ്പം ചെയ്യുന്ന ഈ ഒരു കാര്യം തികച്ചും ഓപ്ഷണലാണ്. അവിടെ വെറുതെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒട്ടിച്ചു കൊടുത്തതാണ്, നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ ബൈ.